ഇപ്പോൾ അപകടത്തിന് തൊട്ടു മുൻപുള്ള CCTV ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. 5 പെൺകുട്ടികൾ അല്ലേ? 5 പെൺകുട്ടികൾ നടന്നു പോവുകയാണ്. ഒരു വർക്ക്ഷോപ്പിന് മുന്നിൽ കൂടി ആ 5 പെൺകുട്ടികൾ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് തൊട്ടു മുന്നിലേക്ക് മാറുമ്പോൾ ഈ അപകടം ഉണ്ടാകുന്ന എന്നാണ് തോന്നുന്നത്. കാരണം ഈ CCTV ദൃശ്യത്തിൽ അവസാനം കണ്ടോ, അവർ പെട്ടെന്ന് പോയി നോക്കുന്ന ഒരു ഞെട്ടിപ്പോയി നോക്കുന്ന ഒരു ദൃശ്യം നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപകടത്തിന് തൊട്ടു മുൻപുള്ള CCTV ദൃശ്യമാണ് മാതൃഭൂമി ന്യൂസിലൂടെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതിദാരുണമായ സംഭവമാണ്. 5 കുട്ടികളിൽ 4 പേർ മരിച്ചു. ഒരു കുട്ടി എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അതെ, ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വളരെ പെട്ടെന്നാണ് കുട്ടികൾ നടന്നു പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആ വർക്ക്ഷോപ്പിലിരുന്ന ആളുകൾ എഴുന്നേറ്റ് നോക്കുന്നത് നമുക്ക് കാണാം. അപ്പം മരണത്തിലേക്കുള്ള നടപ്പായിരുന്നു അത് എന്നുള്ളത് വിശ്വസിക്കാനാകുന്നില്ല. നമുക്ക് കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. എല്ലാ ദിവസവും സ്കൂള് വിട്ട് കഴിഞ്ഞ് സാധാരണ രീതിയിൽ അവർ ഒരുമിച്ചായിരിക്കണം ഒരുപക്ഷെ എപ്പോഴും പോകുന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്ന കുട്ടികളാണ്. 5 കുട്ടികളുണ്ട്. CCTV ദൃശ്യത്തിൽ 5 കുട്ടികളുണ്ട്. അതിൽ 4 പേർ അപകടത്തിൽപ്പെടുന്നു. ഒരു കുട്ടി എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? അതെ. ശരി, എന്തായാലും ഈ റോഡ് നിർമ്മാണത്തിലെ അപാകത ഉന്നയിച്ച് നാട്ടുകാർ അപകട സ്ഥലത്ത് പ്രതിഷേധവുമായി എത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പം ഗോകുൽ VS ചേരുന്നുണ്ട്. ഗോകുൽ, പാലക്കാടിനെ നടുക്കിയ ഒരു വലിയ അപകടം, 4 കുട്ടികളുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തുടങ്ങിയോ? എന്താണ് ഏറ്റവും പുതിയ വിവരം? അതിലൊരാളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ രാവിലെ 7 മണിക്കൂർ പഠിച്ച കരിമ്പ ഹൈസ്കൂളിൽ വെച്ച് ഈ കുട്ടികളുടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം 8 മണി വരെയായിരിക്കും പൊതുദർശനം. അതിനുശേഷം ഇവരുടെ വീടുകളിലേക്ക് മൃതദേഹം എത്തിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു അപകടത്തിൽ നമുക്ക് ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇനിയും ബാക്കി പത്രമായി കിടക്കുന്നത് ഇവിടെ ഈ മതിലൊക്കെ പൊളിഞ്ഞ് ഇവിടെ സിമന്റ് ചാക്കുകൾ പൊട്ടി വീഴുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഈ ലോറി ഇവിടെ നിന്ന് മാറ്റി ഈ ഒരു സാഹചര്യത്തിൽ ഇതിനിടയിലാണ് ഈ കുട്ടികൾ ഈ ചാക്കിനിടയിൽ കുടുങ്ങിയാണ് 4 പേര് മരിച്ചത്. ഒരു 5 പേരും കൂടിയാണ് നടന്നു വന്നിരുന്നത്. നമ്മൾ കണ്ട ഈ CCTV ദൃശ്യം ഇതിന് തൊട്ട് അപ്പുറത്തുള്ള ഒരു കടയുണ്ട്. ആ കടയിലെ ദൃശ്യമാണ്. ആ കടയിലെ ഉള്ളിലുള്ള CCTV ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ആ കുട്ടികൾ പോകുന്നു. അതിലൊരു കുട്ടി ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നു. മറ്റു 4 പേർ ഇതിനടിയിൽപ്പെടുകയും മരണം സംഭവിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്.